മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിന്റെ 12 വർഷത്തെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാൻ സിബിഐ. തിരുവനന്തപുരത്തും മുംബൈയിലും വാങ്ങിയ ഫ്ളാറ്റുകളും കൊല്ലം കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. സിബിഐ കേസിൽ എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. എസ് ശരൺ നമുക്കൊപ്പം. എസ് ശരൺ, അന്വേഷണ പരിധിയിൽ എന്തൊക്കെയുണ്ട്? സുജയ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.എം. എബ്രഹാമിനെതിരെ കഴിഞ്ഞ ദിവസമാണ് സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിന്റെ എഫ്ഐആർ തിരുവനന്തപുരം സിബിഐ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ എഫ്ഐആറിന്റെ പകർപ്പാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് കെ.എം. എബ്രഹാമിനെതിരെ ചുമത്തിയിരിക്കുന്നത് അഴിമതി നിരോധന നിയമത്തിലെ 13(2), 13(1)(e) എന്നീ വകുപ്പുകൾ ആണെന്നുള്ളതാണ്. അഴിമതി നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരുന്നത്. അതിലെ വകുപ്പുകളിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ്. അഴിമതി നിരോധന നിയമത്തിലെ 13(2), 13(1)(e) പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 12 വർഷത്തെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണ് സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ എന്തൊക്കെ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അതിനിപ്പോൾ കൃത്യമായ ഉത്തരം ഈ എഫ്ഐആറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് 12 വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ് അന്വേഷിക്കുക. 2003 മുതൽ 2015 വരെയുള്ള സ്വത്ത് വിവരങ്ങളാണ് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇതിൽ നേരത്തെ വിജിലൻസിന്റെ പരിധിയിൽ വരാത്ത കാര്യങ്ങൾ കൂടി സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരത്ത് 1 കോടി മുടക്കി ഫ്ളാറ്റ് വാങ്ങിയിരുന്നു എന്നുള്ള പരാതി ഉയർന്നിരുന്നതാണ്. അതായത് അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെയാണ് അത്തരത്തിൽ ഫ്ളാറ്റ് വാങ്ങിയെന്നുള്ള പരാതി ഉയർന്നിരുന്നതാണ്. ഇതിന് പുറമെ തന്നെ മുംബൈയിൽ 3 കോടി മുടക്കിയും കൊല്ലം കടപ്പാക്കടയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങിയതെല്ലാം തന്നെ ഈ പണം ഉപയോഗിച്ചാണെന്നുള്ള പരാതിയാണ്, ആക്ഷേപമാണ് ഉയർന്നിരുന്നത്. അതുകൂടി ഇപ്പോൾ സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ടെന്നുള്ള, അതായത് മുംബൈയിലും തിരുവനന്തപുരത്തുമായി വാങ്ങിയ ഫ്ളാറ്റുകളും ഒപ്പം തന്നെ കൊല്ലം കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സും എങ്ങനെ വാങ്ങിയെന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണവും സിബിഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും സിബിഐ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതുവരെയും വിജിലൻസ് ഫയലുകൾ, അവരുടെ പക്കലുള്ള ഫയലുകൾ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ കൃത്യമായി തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ് എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുള്ള ഫയലുകൾ, അതെല്ലാം തന്നെ സിബിഐക്ക് കൈമാറണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. പക്ഷേ വിജിലൻസ് അത്തരത്തിലുള്ള ഫയലുകൾ കൈമാറിയിട്ടില്ല. എങ്കിൽ പോലും സിബിഐ സ്വന്തം നിലയിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇനി പ്രധാനമായും പരാതിക്കാരനായ ജോമൻ പുത്തമ്പുരയ്ക്കലിന്റെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ.എം. എബ്രഹാമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക്, അതായത് പരമാവധി തെളിവ് ശേഖരണ ശേഷമായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിൽ കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് എസ് ശരണാണ് കൊച്ചിയിൽ നിന്ന്.